ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ അതിമനോഹരമായ സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും കാണണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരും അത്ര കാര്യമാക്കാതെ പോകുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരവേദന, മുട്ടുവേദന, നടുവേദന, ഷോൾഡർ പെയിൻ, മസിൽസിനുണ്ടാകുന്ന പെയിന്, ജോയിൻറ്റ് പെയിൻ, കഴുത്ത് വേദന, അതുപോലെ ഉണ്ടാകുന്ന ക്ഷീണം, ഉന്മേഷക്കുറവ്, അലസത, ജോലി ചെയ്യാനുള്ള മടി, അതുപോലെ അലർജി, തുടർച്ചയായിട്ടുണ്ടാകുന്ന പനി, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുക, സ്ത്രീകൾക്കുണ്ടാകുന്ന തേയ്മാനം, മുട്ടു തേയ്മാനം, അസ്ഥി തേയ്മാനം, അതിൽ അസ്ഥി പൊട്ടുക, പൊടിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പൊടിയുകയും ഒക്കെ ചെയ്യുന്ന ആ വലിയ പ്രശ്നങ്ങൾ, അതുപോലെ ഡിപ്രഷൻ ഉണ്ടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരിക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്ന അനുസരിച്ച് നമുക്ക് വേരിയേഷൻ വരുന്നതാണ്. നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും. ഇതിൻ്റെ പ്രധാന പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾക്ക് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഫുഡിലും തീരെ കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന അളവിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. പിന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അതും പോസിബിൾ അല്ല. പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരും വെയിൽ കൊണ്ട് പണി ചെയ്യുന്നവരായിരുന്നു. ഇപ്പം എല്ലാ ഓഫീസ് വർക്കുകളൊക്കെ ആയതുകൊണ്ട് അതും പോസിബിൾ അല്ല. പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അതിന് ടാബ്ലറ്റോ ക്യാപ്സൂളോ ആണെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ സ്മെല്ല് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്നു. എല്ലാവരും ഒന്നും കഴിക്കാൻ കൂട്ടാക്കത്തില്ല. പക്ഷേ നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ കഴിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സ്മെല്ലുകളൊന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഒരു ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ നമുക്കൊരു 1000 രൂപയിലും കുറഞ്ഞത് നമുക്ക് അതിന് കോസ്റ്റ് ആവുന്നുണ്ട്. ആ സ്ഥാനത്ത് വെറും 560 രൂപയ്ക്ക് എന്നും എപ്പോഴും നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് സ്പ്രേ രൂപത്തിൽ നമുക്ക് നൽകുന്നത് വെസ്റ്റീജ് എന്ന ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഈ കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ എന്നുള്ളത്. ഒരു പേറ്റൻ്റ് പ്രോഡക്റ്റാണ് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് സ്പ്രേ എന്ന് പറയുന്നത്. ഇതാണ് അബ്സോർബിറ്റ് വൈറ്റമിൻ ഡി എന്ന സപ്ലിമെൻ്റ് സ്പ്രേ. ഇതിന് 560 രൂപയേ ഉള്ളൂ. നമ്മുടെ നാക്കിനടിയിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 1 മാസം യൂസ് ചെയ്യാനുണ്ട്. 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് പേറ്റൻ്റ് പ്രോഡക്റ്റാണ്. ഞാനീ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ രോഗലക്ഷണങ്ങളുള്ള ആരുണ്ടോ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാനിത് ഡെയിലി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഞാനിതിൻ്റെ വലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. നിങ്ങൾക്ക് ആവശ്യം